മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണം വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഈ മരണമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ജൂലൈ 18-ന് ഒരു ആക്രമണം സമാനമായി തന്നെ സംഭവിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ആവർത്തിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വലിയ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് MV ഓമോർഫി എന്ന വാണിജ്യ കപ്പലിന് നേരെ റഷ്യൻ സമുദ്ര പരിധിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് കടുത്ത ആശങ്ക അറിയിച്ച സാഹചര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, തുടർച്ചയായ ആക്രമണങ്ങളാണ് ആഗോള കപ്പൽ ഗതാഗതത്തെയൊക്കെ ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ചെങ്കടലിൽ, നമുക്കറിയാം ഹോർമുസിൽ പ്രശ്നമുണ്ട്, ചെങ്കടലിലും കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? റഷ്യ യുക്രൈൻ സംഘർഷം അത് കടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെങ്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 2 കപ്പലുകളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ജൂലൈ 18-ന് ആക്രമിക്കപ്പെട്ട MV ഒമോർഫി എന്ന് പറയുന്ന കപ്പൽ, അതുപോലെ ജൂലൈ 19-ാം തീയതി ആക്രമിക്കപ്പെട്ട MV ഗോൾഡൻ ലിയോ എന്ന കപ്പൽ. ഈ 2 ആക്രമണങ്ങളിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. MV ഒമോർഫിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികനാണ് കൊല്ലപ്പെട്ടത്. മറ്റ് 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം 10 ജീവനക്കാരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 3 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരമുള്ളത്. മറ്റ് 2 പേർ സുരക്ഷിതരാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ കപ്പൽ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ തന്നെ അപലപിച്ചു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവും സ്വതന്ത്രമായി വ്യാപാരം നടത്താൻ കഴിയാത്ത സാഹചര്യവും അത് ആശങ്കയോടെ തന്നെ കാണുന്നു. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാത്ത കാര്യമാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 19-ന് MV ഗോൾഡൻ ലിയോയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിൽ 4 ഇന്ത്യക്കാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയവും ഇന്ത്യ നേരത്തെ അപലപിച്ചിരുന്നു. തീർച്ചയായും. മറ്റു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ വലിയ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലുമൊക്കെ ഇറാന്റെ വലിയ ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് 1/2 കിലോമീറ്ററെങ്കിലും, അതായത് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് 1/2 കിലോമീറ്ററെങ്കിലും അകലം പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ഇറാൻ കൂടുതലായും ആക്രമിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിലൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് വീണ്ടും വരുന്നത്. അതായത് ഇറാന്റെ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് അന്തമില്ലാതെ തുടരുകയാണ് എന്ന് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് വീണ്ടും മുന്നറിയിപ്പുകളുമായി മുന്നോട്ട് വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.